മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമാണ് ഈ സംരംഭം. ഒരു സിനിമയ്ക്കായി 10 സംവിധായകർ ഒന്നുചേരുന്നു. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിഭാശാലികളായ നടീനടന്മാരും. കഥയമമ കഥയമമ കഥകളതിസാദരം കഥകളതിസാദരം. കേരള കഫേ. ഈ വാർത്ത അറിഞ്ഞതു തൊട്ട് ചോദ്യങ്ങൾ ഉയരുകയായിരുന്നു. 10 സംവിധായകർ, ഒരു സിനിമ, അതെങ്ങനെ? ശ്രീ ഫാസിലിന്റെ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ സിബി മലയിൽ, പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ എന്നിവർ സഹകരിച്ചതായി കേട്ടിട്ടുണ്ട്. വാണിജ്യ സിനിമയുടെ അവസാന വാക്കായി മാറിയ ശ്രീ ജോഷിയുടെ 2020-ൽ മലയാള സിനിമയിലെ ഏതാണ്ട് എല്ലാ നടീനടന്മാരും തന്നെ ഒരുമിക്കുകയുണ്ടായി. ഇത് പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുമായി ഈ ഒക്ടോബർ മാസത്തിൽ കേരള കഫേ നിങ്ങളുടെ തിയേറ്ററുകളിലെത്തുന്നു. സിനിമയുടെ ഭാഷയിൽ പുതിയ പ്രയോഗമായി, കാഴ്ചയുടെ ശീലങ്ങളിൽ പുതിയ അനുഭവമായി മാറും ഈ സിനിമ. 10 സംവിധായകർ, 10 യാത്രകൾ, ഒരു സിനിമ. കേരള കഫേ. പല കോടി ജന്മങ്ങൾക്കുമിളകളായുണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ കഥകളാകുന്നു നാം അറിവിലയെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകിലുൾക്കഥ കഥകളാൽ നിഭൃതമീ പ്രകൃതിയും. കേരള കഫേ പറയുന്നത് ഒരു കഥയല്ല, നമ്മുടെ കാലത്തിന്റെ കഥകളാണ്. ഋതുഭേദങ്ങൾ പോലെ നാം അനുഭവിക്കുന്ന കണ്ണീരിന്റെ ചിരിയുടെ കഥകൾ. ഇതുപോലൊരു ചലച്ചിത്ര അനുഭവം മുൻപ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പരസ്യവാചകം. ഈ സിനിമ കാണുന്നതിലൂടെ നിങ്ങളും ചരിത്രത്തിന്റെ പുസ്തകത്താളിൽ കയ്യൊപ്പ് ചാർത്തുകയാണ്. കഥകളി കടലുകൾ കുലശൈല ശൃംഗങ്ങൾ കഥ തന്നെ വഴി നീളയടരുമീലകളും കഥനമായെറിയുമായുസ്സിന്റെ തിരികെട്ടു കഥ കഴിയുമ്പോൾ തുടങ്ങുന്നു പുതിയതൊന്നവസാനമില്ലാതെ. കഥനമോ തുടരുന്നു തുടരുന്നു തുടരുന്നു. കഥയമമ കഥയമമ കഥകളതിസാദരം കഥകളതിസാദരം. 10 സംവിധായകർ, 10 യാത്രകൾ, ഒരു സിനിമ. കേരള കഫേ. കഥയമമ കഥയമമ കഥകളതിസാദരം കഥകളതിസാദരം.